ഫ്രണ്ട്സ്, എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു പ്രായമുള്ള വളരെ സ്നേഹനിധിയായ ഒരു അമ്മ ജീവിച്ചിരുന്നു. അമ്മയ്ക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു ചെറിയ വീടും ഒരു തുണ്ട് ഭൂമിയുമായിരുന്നു. തൻ്റെ ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയിരുന്നു. തനിക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ ഈ അമ്മ ഏകയായിരുന്നില്ല, തനിച്ചായിരുന്നില്ല. ഈ അമ്മയ്ക്ക് ഒരു ചെറിയ പിടക്കോഴി ഉണ്ടായിരുന്നു. പോപ്പി എന്നാണ് ആ പിടക്കോഴിക്ക് താൻ പേരിട്ടിരുന്നത്. ഈ അമ്മ എവിടെ പോയാലും ഒരു വടിയൊക്കെ കുത്തിപ്പിടിച്ച് പതിയെ പതിയെ നടന്നു പോകുമ്പോൾ തൻ്റെ കൂടെ ഈ പോപ്പി എന്ന പിടക്കോഴിയും എല്ലായിടത്തും പോകുമായിരുന്നു അമ്മയുടെ കൂടെ. അമ്മയും അമ്മയുടെ കൂടെ ഈ ചെറിയ പിടക്കോഴി പതിയെ പതിയെ നടന്നു പോകുന്നത് ആ ഗ്രാമത്തിലുള്ളവരെല്ലാം വളരെ സന്തോഷത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. മാത്രമല്ല, തൻ്റേതായ അഭിപ്രായങ്ങൾ പറയാൻ ആ അമ്മ ഒരിക്കലും മടി കാണിച്ചിരുന്നില്ല. എല്ലാ ദിവസവും രാവിലെ പോപ്പി ഒരു മുട്ടയിടും. ഈ അമ്മ വളരെ ശ്രദ്ധയോടെ ഈ മുട്ടയെടുത്ത് പുഴുങ്ങിയിട്ട് പകുതി തൻ്റെ പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കും. ബാക്കി വരുന്ന ഭാഗം താൻ രാത്രിയിലേക്ക് സൂക്ഷിക്കും. പിന്നെ തൻ്റെ ആ ചെറിയ കൃഷിയിടത്തിൽ താൻ സ്വയം കൃഷി ചെയ്യുന്ന ആ പച്ചക്കറികളും ഭക്ഷിച്ചാണ് അമ്മ ജീവിച്ചിരുന്നത്. അങ്ങനെ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു കാര്യം സംഭവിക്കുകയാണ്. പോപ്പി 2 മുട്ട ഇടുകയാണ്. അമ്മ ചെന്ന് നോക്കുമ്പോൾ 2 മുട്ട. അമ്മ അത്ഭുതപ്പെട്ടു. എന്നിട്ട് താൻ ഒരു മുട്ട സാധാരണ താൻ ചെയ്യുന്നത് പോലെ പുഴുങ്ങി അതിൻ്റെ പകുതി പ്രഭാത ഭക്ഷണമായിട്ട് കഴിക്കുകയും അതിൻ്റെ ബാക്കി രാത്രിയിലേക്ക് സൂക്ഷിക്കുകയും ചെയ്തു. മറ്റേ മുട്ട അമ്മ മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുകയാണ്. എന്നിട്ട് ഒരു പിടി അരിയും അല്പം ശർക്കരയും വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് മടങ്ങിപ്പോരുകയാണ്. പിറ്റേ ദിവസവും പോപ്പി 2 മുട്ടയിടുകയാണ്. അങ്ങനെ എല്ലാ ദിവസവും തുടർന്നുള്ള ദിവസങ്ങളിലെല്ലാം ഈ പോപ്പി 2 മുട്ട വെച്ച് ഇടാൻ തുടങ്ങി. ആ അമ്മ ഒരു മുട്ട തൻ്റെ ആവശ്യത്തിന് വേണ്ടി എടുക്കുകയും മറ്റേ മുട്ട തൻ്റെ അടുത്ത് താമസിക്കുന്ന പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ ആ നാട്ടിലുള്ളവർക്കെല്ലാം ആ അമ്മ വളരെ പ്രിയപ്പെട്ടവളായിട്ട് മാറുകയാണ്. അവരെല്ലാം അമ്മയെ അമ്മ എന്നാണ് വിളിക്കുന്നത്, വളരെ സ്നേഹത്തോടെ. ആ പാവപ്പെട്ട കുടുംബങ്ങളിലുള്ളവരെല്ലാം അമ്മയെ പ്രതീക്ഷിച്ചിരിക്കുകയും ചെയ്യാറുണ്ട്. അങ്ങനെ ചില ദിവസങ്ങൾ മുന്നോട്ട് പോകവേ മഴക്കാലം തുടങ്ങി. ശക്തമായ മഴ, ദിവസങ്ങളോളം തോരാതെ മഴ പെയ്യുകയാണ്. അപ്പോൾ ആ ഗ്രാമത്തിൽ കൃഷി ചെയ്തിരുന്ന എല്ലാ കൃഷിയിടങ്ങളിലും വെള്ളം കയറുകയും കൃഷികളെല്ലാം നശിച്ചു പോവുകയും ചെയ്യുകയാണ്. ഗ്രാമത്തിലുള്ളവരെല്ലാം വലിയ കഷ്ടപ്പാടിലായി. അവർക്ക് വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥ. എന്നാൽ പോപ്പി താൻ പതിവായി ഇട്ട് തുടങ്ങിയതുപോലെ 2 മുട്ട വീതം എല്ലാ ദിവസവും ഇടുകയാണ്. അമ്മ തൻ്റെ ആവശ്യത്തിന് ഒരു മുട്ട എടുത്തിട്ട് ബാക്കി മുട്ടകളെല്ലാം കളക്ട് ചെയ്ത് പുഴുങ്ങി എല്ലാ വീടുകളിലും ആവശ്യത്തിന് എത്തിച്ചു കൊടുക്കുകയാണ്. അവരെല്ലാം വളരെ സന്തോഷത്തോടെ അത് സ്വീകരിക്കുകയും അത് ഭക്ഷിക്കുകയും ചെയ്തു. ഈ അമ്മ ഒന്നും പ്രതീക്ഷിക്കാതെ വളരെ സന്തോഷത്തോടെയാണ് എല്ലാവർക്കും ഈ മുട്ട ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഴയെല്ലാം തോർന്ന സമയത്ത് ഒരു ദിവസം വൈകിട്ട് ആ ഗ്രാമത്തിലുള്ള കുറച്ച് പേര് വന്നിട്ട് ഈ അമ്മയുടെ അടുത്ത് ചോദിച്ചു, അമ്മ, ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ് ഈ അമ്മയ്ക്ക് ഈ മുട്ടകളെല്ലാം കളക്ട് ചെയ്ത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ടുണ്ടെങ്കിൽ കൂടുതൽ കോഴീനെ വാങ്ങിക്കായിരുന്നു, കൂടുതൽ പൈസ ഉണ്ടാക്കാമായിരുന്നല്ലോ. എന്താ അമ്മ അങ്ങനെ ചെയ്യാതിരുന്നേ? അപ്പോൾ ആ അമ്മ പുഞ്ചിരിച്ചുകൊണ്ട് പ്രകാരം പറഞ്ഞു, ഇപ്പോൾ കിട്ടുന്നതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. ഒരു മുട്ട എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞാൻ എടുത്തിട്ട് ബാക്കി ഞാൻ ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൽ ഞാൻ വളരെ സന്തോഷവതിയാണ്. എനിക്ക് ഒത്തിരി സംതൃപ്തി ഉണ്ടതിൽ. മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ, അവരുടെ വിശപ്പടങ്ങുന്നത് കാണുമ്പോൾ, അവരത് ഭക്ഷിക്കുന്നത് കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനെ തന്നെ അങ്ങ് മുന്നോട്ട് പോയാൽ മതി. കൂടുതലൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
ഞാൻ ഉള്ളതിൽ വളരെ സംതൃപ്തിയാണ്. അതെ, യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത് ഒരുപാട് സമ്പാദിക്കുന്നതിലല്ല, മറിച്ച് നമുക്ക് ഓൾറെഡി ഉള്ളതിൽ സന്തോഷിക്കാനും സംതൃപ്തിയോടെ ഇരിക്കാനും അത് മറ്റുള്ളവർക്ക് നിറഞ്ഞ ഹൃദയത്തോടെ സന്തോഷത്തോടെ ഷെയർ ചെയ്യാൻ സാധിക്കുന്നതിലുമാണ്. അങ്ങനെ ആവശ്യത്തിലിരിക്കുന്ന കഷ്ടപ്പാടിലിരിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ കൈപിടിച്ചുയർത്താനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടുഗദർ we become rich in compassion, peace and happiness.